എളുപ്പം തയ്യാറാക്കാൻ പറ്റുന്ന ഒരുപാട് കോംപ്ലിക്കേഷൻ ഇല്ലാത്ത ഒരു കണത്തോരൻ നമ്മൾ നമ്മൾ റെഡിയാക്കാൻ പോകുന്നത്. അത് കുറച്ച് സാധനം ആദ്യം റെഡിയാക്കി വെക്കണം കേട്ടോ. ആദ്യം വേണ്ടത് നമുക്ക് കുറച്ച് ഒരു 2 സവാള മീഡിയം സൈസ് ഇങ്ങനെ അരിഞ്ഞത്, ചെറിയ ഉള്ളി, നമ്മുടെ ചെറിയ ഉള്ളി രണ്ടായിട്ട് കട്ട് ചെയ്ത് കുറച്ചൊരു 10-12 ഉള്ളി വേണം. 2 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് തക്കാളി വേണം. പിന്നെ ഒന്നുകിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉപയോഗിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കി ചതച്ച് ഉപയോഗിക്കാം. പേസ്റ്റാക്കി ചതച്ച് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഒരു കപ്പ് തേങ്ങ. ഇത്രയാണ് നമുക്ക് റെഡിയാക്കി വെക്കേണ്ടത്. ബാക്കി വേണ്ടത് പൊടിയാണ്, അത് നമുക്ക് വഴി പരിചയപ്പെടുത്താം. ആവശ്യമായ വെളിച്ചെണ്ണ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിക്കാം. ഒരു 2.5 സ്പൂൺ വെളിച്ചെണ്ണ. അത് നമ്മുടെ ഉള്ളിയെല്ലാം നമുക്ക് വരട്ടി കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ചൂടാകുന്നത് വെയിറ്റ് ചെയ്യുക. നമുക്ക് കുറച്ച് കടുകിടാം. വെളിച്ചെണ്ണ നല്ല ചൂടായിട്ട് കടുകാൻ. വെളിച്ചെണ്ണ ചൂടായിട്ട് കേട്ടോ, കടുക് പൊട്ടാത്തത് മറ്റൊരു കൂട്ടി വെച്ചാൽ മതി. ഈ കടുക് പൊട്ടുമ്പോൾ നമ്മൾ പുറകിലോട്ട് നമ്മൾ കറി നമുക്ക് നമ്മുടെ ഐറ്റംസ് വെച്ചേക്കാം. ആദ്യം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെ ഉള്ളി ഐറ്റംസിനെ നമുക്ക് മാറ്റി കൊടുക്കുക. തക്കാളി മാത്രം മാറ്റി ബാക്കിയില്ല ഉള്ളി ഐറ്റംസ് നമുക്ക് കൊടുക്കണം. നന്നായിട്ട് വഴറ്റുക. ഉപ്പിടാത്ത സവാള പെട്ടെന്ന് വഴറ്റി കിട്ടും. കുറച്ച് മതി. 2 ടേബിൾ സ്പൂൺ ചേർക്കേണ്ടി വരും എന്നാണ് തോന്നുന്നത്. ഇനി മുളക് പൊടി നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഇടേണ്ടി വരും. നമ്മുടെ ഒരു ടീസ്പൂൺ അതുകൊണ്ടാണ് തോന്നുന്നത്. കുറച്ചുകൂടെ യെസ്. വീട്ടിൽ മുളക് പൊടി. ഇനി അടുത്തത് മല്ലിപ്പൊടിയാണ് ഇടേണ്ടത്. മല്ലിപ്പൊടി നമുക്ക് ഇതുപോലെ തന്നെ ഒരു ഓൾമോസ്റ്റ് 1 ടേബിൾ സ്പൂൺ കണക്കിൽ മല്ലിപ്പൊടി. പിന്നെ വേണ്ടത് നമ്മുടെ ഗരം മസാല അതുപോലെ ഒരു 1 ടേബിൾ സ്പൂൺ കഷ്ടി ഇത്രയും വേണ്ടി വരും. ഇനി അതുപോലെ കുരുമുളക് പൊടി തരിതരായി കുറച്ചാണ് ഇടേണ്ടത്. തീരെ പൗഡർ ആക്കരുത്. തരിതരായി കുറച്ചാണ് നമ്മൾ ഇതിന് വേണ്ടി ചേർക്കേണ്ടത്. അത് നമ്മുടെ എരിവിനനുസരിച്ച് ഇട്ടാൽ മതി. നമ്മളിവിടെ ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇത്രയിട്ട് നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി നടക്കാം. ഓപ്ഷനാണ്, വേണ്ട ഓക്കെ. ഇനി ഇതിലോട്ട് ആവശ്യമായ നമ്മുടെ ഉപ്പ് നമ്മളിവിടെ ഒരു 1/2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കണക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് പോലെങ്കിൽ നമുക്ക് ലാസ്റ്റ് നോക്കിയിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാം, ആഡ് ചെയ്ത് കൊടുക്കാം. അതിട്ട് നന്നായി മിക്സ് ചെയ്യാം. കണവയുടെ ഇനി ഇതിനോട്ട് ആവശ്യമായിട്ടുള്ള നമുക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ഓൾറെഡി വെള്ളം ഇറങ്ങും. അല്ലെങ്കിൽ നമുക്ക് പിന്നെ ഡ്രൈ ആക്കാൻ ഒരുപാട് സമയം എടുക്കും. ഒരു 1/2 ഗ്ലാസ് വെള്ളം മതി. ഇത്ര ഒഴിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ വെള്ളം വറ്റാൻ വെക്കുന്ന സമയത്ത് അത് വീണ്ടും കുക്കിംഗ് ടൈം കൂടും, റബ്ബർ പോലെ പോകും കണവ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് ഇനി ഒരു അടച്ചുകൊണ്ട് അടച്ച് വയ്ക്കുക. ഒരു 7 മിനിറ്റ്സ് അടച്ച് വെച്ചിട്ട് പിന്നെ നമ്മൾ എടുത്ത് നോക്കിയിട്ട് ഇതിനാവശ്യമായിട്ടുള്ള തേങ്ങയും കൂടി ഇട്ട് കൊടുക്കാം. ഇതുകൊണ്ട് ഇത്രയും വെള്ളം ഇപ്പോൾ കണവിന് ഇറങ്ങിയതാണ്. നമ്മൾ വെറും 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു, ഒരു 1/2 ഗ്ലാസ്. പക്ഷേ അതിപ്പം നല്ല പോലെ കണവിന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇതിപ്പോൾ എന്തായാലും നമുക്ക് ഇതിലോട്ട് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങയിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിനകത്ത് എത്ര അഡീഷണൽ വെള്ളം അല്ലാതെ ഉണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാൻ പറ്റും. തേങ്ങ ഇട്ടപ്പോൾ ഇപ്പോൾ വെള്ളം അധികം ഇല്ല, കുറച്ചേ ഉള്ളൂ. നമുക്ക് ഒന്നുകൂടെ ഒന്ന് അത് തുറന്ന് വെച്ചാൽ ഡ്രൈ ആക്കിയിട്ട് പോസിറ്റീവ് ഊറ്റിയതിന് ശേഷം ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് തേച്ചാൽ മതി. അപ്പോൾ കാണാൻ ഏകദേശം റെഡിയാണ്. നമ്മൾ നോക്കിയപ്പോൾ കുറച്ച് എരിവ് കുറവുള്ളത് തോന്നി. അപ്പോൾ നമ്മൾ കുറച്ച് കുരുമുളക് ഇടുന്ന അവസാനം ഒന്ന് ഇതിലാണ് വളരെ കുറച്ച് ഇടുന്നു കേട്ടോ. വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ടുണ്ട്. കുരുമുളക് ഇട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പും കൂടെ ടേസ്റ്റ് ചെയ്യണം അല്ലേ? യെസ്. അപ്പോൾ തയ്യാറായി കഴിഞ്ഞു ഇവിടെ കണവ. റോസ്റ്റ് എന്ന് പറയും, തോരൻ എന്ന് പറയും. അപ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഞങ്ങൾ വെള്ളം കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ തീ കുറച്ച് കൂടുതൽ വെച്ചിട്ട് ഓപ്പണാക്കി ചെറിയ കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് കറക്റ്റ് വെള്ളം പോയിട്ട് നമുക്കിപ്പോൾ തീരെ ഡ്രൈ ആയിട്ടില്ല. നമുക്ക് കറി പോലെയും ആണ് ഉദ്ദേശിച്ചത്. അതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യണം.